ചൂരൽമല പുനരധിവാസത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ പുൽപ്പാറയിലെ ഫാക്ടറി അടക്കം മുഴുവനായി ഏറ്റെടുത്തതിനെ തുടർന്ന് തൊഴിലാളികൾ കൽപ്പറ്റ വില്ലേജ് ഓഫീസറെ ഉപരോധിച്ചതിൽ പ്രതികരണവുമായി KPCC അംഗവും INTUC നേതാവുമായ PP ആലി ഫാക്ടറി വസ്തുക്കൾ ലേലം ചെയ്യാനെടുത്ത തീരുമാനം തിരുത്തണമെന്നും എസ്റ്റേറ്റിൽ അവശേഷിക്കുന്ന തൊഴിലാളികളെ സംരക്ഷിക്കണമെന്നും അവർക്കുള്ള ആനുകൂല്യങ്ങൾ തുടർന്നും ലഭ്യമാക്കണം എന്നും ഇതിനുവേണ്ട നടപടികൾ അധികാരത്തിലെത്തുന്ന പുതിയ സർക്കാർ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ടൗൺഷിപ്പിന് വേണ്ടി എലസ്റ്റൺ എസ്റ്റേറ്റ് ഏറ്റെടുക്കുമ്പോൾ അവിടെ മുൻപ് ജോലി ചെയ്ത തൊഴിലാളികളുടെ ജോലി ഇല്ലാതാകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അവിടെ ടൗൺഷിപ്പിന് വേണ്ടി ആ സ്ഥലം ഏറ്റെടുക്കുമ്പോൾ 3 എസ്റ്റേറ്റുകളാണ് അതുള്ളത്. ഒന്ന് കൽപ്പറ്റയിൽ എലസ്റ്റൺ എസ്റ്റേറ്റും നടപ്പാറ പെരുന്തട്ട 3 ഡിവിഷനാണ്. അവിടെയുള്ള തൊഴിലാളികൾക്ക് ഉള്ള ഒരു ഫാക്ടറിയാണ് എലസ്റ്റൺ എസ്റ്റേറ്റിലുള്ള ഫാക്ടറി. അവിടെ ചപ്പ് കുറച്ച് കൊണ്ടുവരുന്നത് അവിടെയാണ്. അത് ചായപ്പൊടി ഉണ്ടാക്കുന്നൊരു ഫാക്ടറി. അത് ടൗൺഷിപ്പിന് വേണ്ടി സ്ഥലം ഏറ്റെടുക്കുന്നതോടുകൂടി ആ ഫാക്ടറി അടക്കം അത് ഉൾപ്പെടുകയാണ് ഉണ്ടായത്. ഉൾപ്പെട്ട ഘട്ടത്തിൽ തന്നെ ട്രേഡ് യൂണിയനുകൾ ആ ഫാക്ടറി ആ സ്ഥലത്തു നിന്ന് ഒഴിവാക്കി അത് തൊഴിലാളികൾക്ക് ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്ന് അത് ആ എസ്റ്റേറ്റ് ഏറ്റെടുത്ത ഘട്ടത്തിൽ തന്നെ ജില്ലാ കളക്ടറോടും മന്ത്രിയോടും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് ട്രേഡ് യൂണിയനുകൾ ഒന്നിച്ച് INTUCയും CITയും HMSഉം എല്ലാ ട്രേഡ് യൂണിയനുകളും അന്ന് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. എസ്റ്റേറ്റ് ഏറ്റെടുത്തു, ടൗൺഷിപ്പിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. ആ ടൗൺഷിപ്പിൻ്റെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ തൊഴിലാളികളെ ജോലിയേക്കാൾ ഉപരി ആ ടൗൺഷിപ്പിനെ സ്വാഗതം ചെയ്യുന്ന സമീപനമാണ് എലസ്റ്റൺ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ സ്വീകരിച്ചത്. ഇപ്പോൾ ആ ടൗൺഷിപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചു, വീടുകളൊക്കെ പണി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ അവിടുത്തെ തൊഴിലാളികളുടെ ജോലി നഷ്ടപ്പെട്ടവരുടെ ജോലി സംരക്ഷിക്കാനുള്ള നടപടി വേണമെന്ന് ട്രേഡ് യൂണിയൻ ആവശ്യപ്പെട്ടതാണ്. പക്ഷെ അതിനുള്ളൊരു നടപടിയോ അതിനുള്ള സഹായകരമായ സമീപനമോ സർക്കാരിൻ്റെയോ ജില്ലാ കളക്ടറിൻ്റെയോ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നില്ല. അതേപോലെ തന്നെ നമ്മുടെ ജോലിയെടുത്ത തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ പൂർണ്ണമായും ഇപ്പോഴും കൊടുത്തു തീർത്തിട്ടില്ല. PF-ൽ പണമടക്കേണ്ടതുണ്ട്. ആ PF പണം അടച്ചാൽ മാത്രമേ അവിടുത്തെ തൊഴിലാളികൾക്ക് പെൻഷൻ കിട്ടുള്ളൂ. ഇന്നും ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ മാനേജ്മെൻറ്റോ ജില്ലാ ഭരണകൂടമോ തയ്യാറായിട്ടില്ല. അത് പരിഹരിക്കാനുള്ള താല്പര്യവുമില്ല. പക്ഷെ അവർ ചെയ്യുന്നെന്താ, ഈ ഫാക്ടറി ഒഴിവാക്കണം എന്ന് പറഞ്ഞ ഫാക്ടറി അതിലെടുക്കുകയും അതിലെ മെഷീനറികൾ തുച്ഛമായ വിലക്ക് ലേലം ചെയ്ത് വിൽക്കാനുള്ള ശ്രമമാണ് ജില്ലാ കളക്ടറുടെ ഭാഗത്തിൽ നിന്നും ഉണ്ടായത്. ഇതിൽ തൊഴിലാളികൾക്ക് പ്രതിഷേധമുണ്ട്. ആ ഫാക്ടറി നിലനിന്ന് പെരുന്തട്ടയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ ജോലിയും കൂടി നഷ്ടപ്പെടുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതുകൊണ്ട് ആ തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി ഈ ഫാക്ടറി നിലനിർത്തണമെന്നും മുൻപ് ട്രേഡ് യൂണിയൻ ആവശ്യപ്പെട്ടതാണ്. അത് തയ്യാറാകാതെ തുച്ഛമായ വിലക്ക് ഇത് വിൽക്കാനുള്ള അവിടുത്തെ മെഷീനറി വിൽക്കാനുള്ള ശ്രമം നടത്തിയപ്പോഴാണ് തൊഴിലാളികൾ ഇന്ന് ലേല ദിവസമായതുകൊണ്ട് കൽപ്പറ്റ വില്ലേജ് ഓഫീസിലേക്ക് പോവുകയും ആ ലേലത്തെ തടയുകയും ചെയ്തു. തടയുക മാത്രമല്ല, അവിടെ സമരം നടത്തി. 10 മണിക്ക് ആരംഭിച്ച സമരം ഉച്ചവരെ നീണ്ട്. അപ്പോൾ അവിടുത്തെ ഈ ടൗൺഷിപ്പിൻ്റെ ഉദ്യോഗസ്ഥൻ അരുൺ അവിടെ വരികയും ചർച്ച നടത്തുകയും ചെയ്തു. ആ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞു ലേലം നടത്തിയേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ ലേലം നടത്താൻ പറ്റില്ല, തൊഴിലാളികളെ സംരക്ഷിക്കപ്പെടണം എന്നാവശ്യപ്പെട്ടു. അദ്ദേഹം പിന്നെ പുറത്തേക്ക് ഇറങ്ങി കളക്ടറുമായി ചർച്ച ചെയ്തതിന് ശേഷം അദ്ദേഹം പറഞ്ഞു മറ്റന്നാൾ 3 മണിക്ക് കളക്ടറുടെ നേതൃത്വത്തിൽ തൊഴിലാളി സംഘടനകളുമായി ചർച്ച നടത്തിക്കൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന് ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് സമരം ഉപേക്ഷിച്ചത്. ഞങ്ങൾക്ക് പുതിയതായി വരുന്ന സർക്കാരിനോട് ഈ വിഷയം അവതരിപ്പിക്കാനും തൊഴിലാളികളുടെ ജോലി സംരക്ഷിക്കപ്പെടുവാനും ഈ ഫാക്ടറി നിലനിർത്താനുമുള്ള ഒരു സാവകാശം പോലും ഇല്ലാതെ വളരെ പെട്ടെന്ന് ഇത് ലേലം ചെയ്ത് വെക്കാനുള്ള
നടപടി വന്നപ്പോഴാണ് തൊഴിലാളികൾ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഈ പ്രക്ഷോഭ സമരത്തിന് നേതൃത്വം കൊടുത്തത്.